സ്വർണം വാങ്ങേണ്ടവർ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഇപ്പം സ്വർണ്ണവില പവന് ഏകദേശം 1,20,000 ഒക്കെ ടച്ച് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പവൻ ഇങ്ങനെ വില കുതിച്ച് കയറുന്നപ്പോൾ നമുക്ക് ഒരു ആഭരണം മേടിക്കാനായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. കാരണം നമ്മൾ ആഭരണം മേടിക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ആഭരണത്തിൻ്റെ പൈസയോടൊപ്പം തന്നെ കടക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പണിക്കൂലി പണിക്കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം വലിയ വലിയ തുകകൾ ഈടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് എപ്പോഴും വരുന്നൊരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണ വില കൂടുമ്പോഴത്തേക്ക് ഈ പണിക്കൂലിയും പണിക്കുറവും അതിനാനുപാതികമായിട്ട് കൂടുന്നത്? അതായത് ഇത് പണിയുന്ന തട്ടാനോ കൊടുക്കുന്ന പൈസയൊന്നും ഇതിനനുസരിച്ച് കൂടുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ അടിപൊളിയായിട്ട് ജീവിക്കേണ്ടതല്ലേ? അപ്പോൾ ഇതൊക്കെ ഒരു സാധാരണക്കാരൻ്റെ ഒരു സംശയങ്ങളാണ്. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് എന്താണ് പണിക്കൂലിയും പണിക്കുറവും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതായത് പണിക്കൂലി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു തങ്കക്കട്ടിയെ മനോഹരമായ ഒരു ആഭരണമാക്കി മാറ്റാൻ സ്വർണ്ണപ്പണിക്കാരനോ അല്ലെങ്കിൽ ആ ഫാക്ടറിക്കോ നൽകുന്ന അധ്വാനത്തിൻ്റെ കൂലിയാണ് നമ്മൾ പണിക്കൂലി എന്ന് പറയുന്നത്. പണിക്കുറവെന്ന് പറഞ്ഞാൽ എന്താണ്? പണിക്കുറവെന്ന് വെച്ചാൽ വേസ്റ്റേജ് ആണ്. കുറവെന്ന് വെച്ചാൽ വേസ്റ്റേജ് ആണ്. ആഭരണ നിർവ്വഹണ വേളയിൽ സ്വർണം അതായത് ഉരുക്കുമ്പോഴോ പോളിഷ് ചെയ്യുമ്പോഴോ ഒക്കെ കുറച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ചെറിയ ചെറിയ തരികളെ നികത്താൻ വേണ്ടിയിട്ട് ഈടാക്കുന്ന ഒരു തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്, പണിക്കുറവെന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഇന്നിപ്പം ആരും ഇങ്ങനെ കൈകൊണ്ടൊന്നും അല്ല ചെയ്യുന്നത്. ഇന്നെല്ലാം ആധുനിക മെഷീൻസാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ആധുനിക മെഷീൻസ് നിർമ്മിത ആഭരണങ്ങളിൽ നഷ്ടം കുറവാണെങ്കിലും കടക്കാർ അതൊന്നും അംഗീകരിച്ച് തരണമെന്നില്ല. അവർ ശതമാന കണക്കിൽ ഇത് കൃത്യമായിട്ട് കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ചോദ്യമാണ്, അതായത് വില കൂടുമ്പോൾ പണിക്കൂലി കൂടുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. മിക്ക ജ്വല്ലറികളും പണിക്കൂലി ഈടാക്കുന്നത് സ്വർണ്ണ വിലയുടെ നിശ്ചിത ശതമാനമായിട്ടാണ് അവർ ഈടാക്കുന്നത്. അതപ്പോൾ ഉദാഹരണത്തിന് 10% പണിക്കൂലി എന്ന് വിചാരിക്കാം. ഇപ്പോൾ സ്വർണ്ണവില 5,000 ആണെങ്കിൽ അത് 500 രൂപ അവർ ഈടാക്കും. സ്വർണ്ണവില 10,000 ആയാലും അവരത് 1,000 രൂപ ഈടാക്കും. അപ്പോൾ ഇതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വർധനവ് ഇങ്ങനെ വരെ വരുത്താനായിട്ട് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്വർണ്ണക്കട നടത്തുവാണെങ്കിൽ അപ്പോൾ ആ കടയിലുള്ള ആഭരണങ്ങൾക്കെല്ലാം അവർ ഇൻഷുറൻസ് ഒക്കെ എടുക്കണം. അപ്പോൾ ഈ സ്വർണത്തിൻ്റെ മൂല്യം കൂടുമ്പോൾ ജ്വല്ലറിക്കാർ കൊടുക്കേണ്ട സ്റ്റോക്കിൽ നൽകേണ്ടി വരുന്ന ഇൻഷുറൻസ് പ്രീമിയം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ ആ പ്രീമിയം വർദ്ധിക്കുമ്പോഴേക്കും അവർക്ക് സ്വാഭാവികമായിട്ട് അത് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ അവർ പറയുന്നത് വെച്ചാൽ സ്വർണ്ണപ്പണിക്കാരുടെ കൂലി, വൈദ്യുതി, ഡിസൈനിങ്, ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയ ചിലവുകളൊക്കെ കാലാനുസൃതമായി വർദ്ധിക്കുന്നു എന്നുള്ളത് പണിക്കൂലിയെ ബാധിക്കുന്നു എന്നുള്ളൊരു ന്യായമാണ്. പക്ഷെ അത് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് GST ആണ്. അതായത് സ്വർണത്തിൻ്റെ വിലയും പണിക്കൂലിയും ചേർത്തുള്ള തുകയ്ക്ക് 3% GST നമ്മൾ രാജ്യത്ത് ഈടാക്കുന്നുണ്ട്. അതിനാൽ വില കൂടുമ്പോൾ ഈ നികുതി ഇനത്തിൽ വലിയൊരു തുക അത് ഉപഭോക്താവ് തന്നെ നൽകേണ്ടി വരുന്നതായിട്ട് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത് അതായത് ഇപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടുവാണ്. ഞാൻ പറഞ്ഞു പണിക്കുറവ് എന്ന് പറഞ്ഞു. അപ്പോൾ പണിക്കുറവ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്വർണ്ണം നഷ്ടപ്പെടുന്ന തരിയാണ്. അപ്പോൾ വില കൂടി നിൽക്കുമ്പോൾ ഇങ്ങനെ നഷ്ടപ്പെടുന്ന തരിക്ക് അവർ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഉപഭോക്താക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുവാണ്, ബ്രാൻഡഡ് വേഴ്സസ് ലോക്കൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ വലിയ ബ്രാൻഡഡ് കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പണിക്കൂലി പൊതുവെ കൂടുതലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവർ കൂടുതൽ ആ പരസ്യത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആദ്യം ചിലവാക്കുന്നുണ്ട്. പിന്നെ പക്ഷേ നമുക്ക് നല്ല ഹോൾ മാർക്കിങ്ങും സുതാര്യതയൊക്കെ പരിശോധിക്കാനുള്ള അവസരമുണ്ട്. അതായത് സ്വർണ്ണത്തിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് അവിടെ ഒരു ഡൗട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും നമ്മൾ കുറച്ച് സ്വർണ്ണമൊക്കെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ ജ്വല്ലറിയിൽ തീർച്ചയായിട്ടും നമ്മൾ പണിക്കൂലി കുറച്ചൊന്ന് ഇളവ് ചെയ്യാനായിട്ട് നമ്മൾ ചോദിക്കുക. അപ്പോൾ പല ജ്വല്ലറികളും അവർ ഓഫറൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പണിക്കൂലിയിൽ ചെറിയ ചെറിയ കുറവുകളൊക്കെ നൽകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമ്മൾ പഴയ സ്വർണം ആണ് കൊണ്ട് കൊടുക്കുന്നത് വെക്കുക. അപ്പോൾ പഴയ സ്വർണം നൽകി പുതിയത് വാങ്ങുമ്പോൾ പഴയതിൻ്റെ പണിക്കൂലി നമുക്ക് എന്തായാലും നഷ്ടമാണ്. അപ്പോൾ അതൊരിക്കലും അവർ തരത്തില്ല. ഇനി നമ്മൾ അത് മാറ്റി പുതിയ എടുക്കുമ്പോൾ ആ സ്വർണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ പുതിയ പണിക്കൂലിയും മണിക്കൂറുമൊക്കെ കയറ്റി നമ്മുടെ സ്വർണത്തിൻ്റെ മൂല്യം അവർ ഇങ്ങനെ കുറച്ച് തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്വർണം വെറും ഒരു ആഭരണമല്ല, അതൊരു ഭാവിയിലേക്കുള്ളൊരു നിക്ഷേപം കൂടിയാണ്. അപ്പോൾ അതിനാൽ തന്നെ പണിക്കൂലിയും പണിക്കുറവും ഒക്കെ മാക്സിമം എത്ര കുറയ്ക്കാമോ നിങ്ങൾ അത്രത്തോളം ലാഭം നിങ്ങളുടെ നിക്ഷേപത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഓരോ മില്ലിഗ്രാം സ്വർണത്തിനും നിങ്ങൾ നൽകുന്ന പണം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനായിട്ട് ചില പോയിന്റ്സ് ആണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ആൾക്കാർ മുത്ത് ഇങ്ങനത്തെ ആൻറ്റിക് ആഭരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആഭരണങ്ങളുണ്ട്. അപ്പം ഇതിനൊക്കെ പണിക്കൂലിയും കൂടുതലാണ്. സ്വർണത്തിൻ്റെ
അളവിൽ വ്യത്യാസവും വരുന്നുണ്ട്. അപ്പം നിങ്ങളൊരു നിക്ഷേപത്തിനായിട്ടാണ് സ്വർണം വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾ അധികം ഡിസൈനൊന്നും ഇല്ലാത്ത ബേസിക് ആയിട്ടുള്ള മോഡലുകൾ, അത് നല്ല നല്ല മോഡലുകൾ മാലകളൊക്കെ മേടിക്കാൻ ശ്രമിക്കുക. കൂടുതലും കല്ല് മുത്ത് ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നെ സ്വർണ്ണവില കൂടുതലാണ്, അപ്പോൾ കൂടുതൽ നഷ്ടം ഉണ്ടാവാനാണ് സാധ്യതയുള്ളത്. അപ്പം ഉപഭോക്താക്കൾ വളരെയധികം ശ്രദ്ധിക്കുക, വളരെയധികം ചിന്തിച്ച് സ്വർണം ഒക്കെ മേടിക്കുന്നവർ വളരെയധികം ചിന്തിച്ച് മേടിക്കുക. ഇതൊരു ഭാവിയിലേക്കുള്ള കരുതലാണെന്നുള്ള ഒരു ബോധ്യത്തോട് കൂടിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.